ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം കാത്തും പ്രതീക്ഷിച്ചിരുന്ന റിക്വസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആ വീഡിയോ ഒത്തിരി ദിവസമായി നിങ്ങളെല്ലാം എന്നോട് ഓരോ വീഡിയോ ഇടുമ്പോഴും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നുമല്ല, ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാനിവിടെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതും അത് ക്രീമിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഫേസ് വാഷ് ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ശംഖുപുഷ്പമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിനെ പറിച്ചെടുത്തിട്ട് നമുക്ക് തണലത്ത് ഉണക്കിയെടുക്കുക. ഇപ്പം വെയിൽ കലവായതുകൊണ്ട് നമുക്ക് തണലത്ത് ഉണക്കിയാലും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ഇത് കണ്ടോ, ഇത് തണലത്ത് ഉണക്കിയെടുത്ത് ശംഖുപുഷ്പമാണ്. 1-2 ദിവസത്തെയല്ല, ഇതൊരു മാസത്തിന് മുകളിലുള്ള പൂക്കൾ പറിച്ച് ശേഖരിച്ച് ഉണക്കിയെടുത്തതാണ്. നമ്മൾ കഴിയുന്നതും ഈ തണലത്ത് ഉണക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ട് ഉണക്കുകയാണെങ്കിൽ ആ തണലത്തിരിക്കുകയാണെങ്കിൽ പോലും പാത്രത്തിനൊരു ചെറിയ ചൂട് വന്നു കഴിഞ്ഞാൽ ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശംഖുപുഷ്പം ഉണക്കിയെടുക്കാൻ പറ്റും. പൊടിക്കാൻ പറ്റിയ രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും. ചിലർ പറയുന്നുണ്ട് നല്ലോണം ഉണങ്ങുന്നില്ല, അത് മിക്സിയിലിടുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്നില്ല എന്നൊക്കെ. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അലൂമിനിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിലിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് ചൂടായി വരും. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ മറ്റോ മാറ്റിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ചൂടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല നമ്മൾ ഒരു പൂവെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ പൊടിഞ്ഞ് വരുന്ന രീതിയിലായി കിട്ടും. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി തയ്യാറാക്കി വീട്ടിൽ വെക്കാം. കാരണം എൻ്റെ അടുത്ത് ലിക്വിഡ് ഉണ്ടോയെന്ന്, ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫ്ലവറായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പൗഡറായിട്ട് കൊടുക്കാനോ ഉള്ള സ്റ്റോക്ക് ഇല്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള ചെടിയും നമ്മുടെ തൊട്ടടുത്തൊക്കെയുള്ള ചെടികളിൽ നിന്നും ശേഖരിച്ച പൂക്കൾ മാത്രമാണിത്. ഓൺലൈനിൽ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത്രയും നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്കിങ്ങനെ ഒരു പൗഡറോ ഫ്ലവറോ ഒന്നും കിട്ടത്തില്ല. എല്ലാത്തിലും കെമിക്കലാണ്. നമ്മൾ വരുന്ന എന്ത് സാധനം നോക്കിയാലും അതിലൊക്കെ കെമിക്കലുണ്ടാകും. പക്ഷേ ഇത്രയ്ക്കും പക്ക ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്ലവർ നമുക്ക് ഉണക്കിയെടുത്ത് ഇതുപോലെ പൊടിച്ച് കഴിഞ്ഞാൽ, മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തരിച്ചെടുക്കുക. മനസ്സിലായല്ലോ. പൂ പറിച്ചെടുത്ത് തണലത്ത് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിയുന്ന രീതിയിലുള്ള ഉണക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇതിനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇങ്ങനെ പോലെ നല്ല പോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ആ പൊടിയെ തരിച്ചെടുത്തതിൻ്റെ ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് വീണ്ടും ഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടിക്കുക. ഇതിനകത്ത് ഇപ്പം നീലയും വെള്ളയും പൂക്കളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉണക്കി വെച്ചേക്കുന്ന പൂവിനകത്ത് നീല മാത്രമല്ല വെള്ളയും ഉണ്ട്. നീലയുടെ അതേ ഗുണം തന്നെ വെള്ളയ്ക്കും ഉണ്ട്. പണ്ടൊക്കെ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചു കുടിച്ചിട്ട് ആ പാലിൽ അരച്ചു കുടിച്ചാണ് നമ്മുടെ വയറ്റിലുള്ള അഴുക്കുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷങ്ങളോ എന്തെങ്കിലും നമ്മുടെ വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് പണ്ട് എന്നല്ല ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും നല്ല മരുന്നാണിത്. ശംഖുപുഷ്പത്തിൻ്റെ ഇലയായാലും വേരായാലും പൂവായാലും അത് ഫുള്ളും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതിനൊക്കെ ഫലപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഫ്ലവർ ഉണക്കി ലൈം ജ്യൂസായിട്ട് കുടിക്കുന്നവരുണ്ട്, ഫ്ലവർ ഉണക്കി ടീ ആയിട്ട് കഴിക്കുന്നവരുണ്ട്. കൂടാതെ ചെറുനാരങ്ങയും ഈ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറും തേനും ഒക്കെ ആയിട്ട് ജ്യൂസായിട്ട് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓരോരോ രോഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ യൗവനം നിലനിർത്താനും അല്ലെങ്കിൽ ചർമ്മത്തിന് സംരക്ഷിക്കാനും ഒക്കെയുള്ള ഗുണങ്ങൾ ഈ ഒരു ഫ്ലവറിനുണ്ട്. ഇപ്പം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് ക്രീം എന്താ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്കറിയാം. ഓരോരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ ദിവസവും കിട്ടുന്ന റിവ്യൂ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും നമുക്ക് ഓർഡറുകൾ കൂടി വരികയാണ്. കാരണം ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിയുമ്പം തന്നെ ആ ശംഖുപുഷ്പത്തിൻ്റെ ക്രീമിൻ്റെ റിസൾട്ട് നിങ്ങൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു പ്രിസർവേറ്റീവ് നമ്മളായിട്ട് ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം മുഖത്തിടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, കഴിയുന്നതും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷ്നെസ്സും കിട്ടും. അതുപോലെ തന്നെ ക്രീമിന് കുറച്ച് കട്ടി കിട്ടും. കാരണം പ്രിസർവേറ്റീവ് വെക്കാത്തതുകൊണ്ട്
നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മാറി ഒരു കട്ടിയുള്ള ഒരു ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ശംഖുപുഷ്പം എല്ലാം ഉണക്കി പൊടിച്ച് തരിച്ചെടുത്തിട്ടുണ്ട്. വേണ്ട, കുറച്ചും കൂടി നന്നായിട്ട് പൊടിക്കുവാണെങ്കിൽ ഇതിലും നല്ല രീതിയിൽ പൗഡറായിട്ട് കിട്ടും. ഇത് ചെറിയ തരിയുണ്ട് ഇതിനകത്തേക്ക്, അത് ഒന്നും കൂടി ഞാൻ തരിച്ചിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഈ പൗഡർ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് നാൾ പൗഡർ ഇങ്ങനെ പൊടിച്ച് സൂക്ഷിക്കരുത്, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ജാറിനകത്തേക്കാണ് നമുക്കിനി നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. ഈ എല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള ശംഖുപുഷ്പം ഇതുപോലെ ചെയ്ത് വെക്കുക. എത്ര ശംഖുപുഷ്പം കിട്ടിയാലും അത് നന്നായിട്ട് ഉണക്കി ഇതുപോലെ പൊടിച്ച് തരിച്ചെടുത്ത് നമ്മൾ ഇതുപോലൊരു ബോട്ടിലിനകത്തേക്ക് മാറ്റാം. ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്ത് നമുക്കറിയാലോ, ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുത്തത്. പിന്നെ കുഞ്ഞുങ്ങൾ എടുക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടി മറിയാൻ സാധ്യതയുള്ളിടത്തൊന്നും വെക്കരുത്, കാരണം പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഗ്ലാസിൻ്റെ പൊട്ടിയ ചില്ലുണ്ടാവും, അതുപോലെ തന്നെ ഇതൊന്നും തിരിച്ചുപയോഗിക്കാൻ പറ്റാതെ ആവും. അപ്പം അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ പൗഡറെല്ലാം നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്നല്ലേ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, DM വാട്ടർ ഒഴിച്ചാണോ വെച്ചിരിക്കുന്നത്, അതോ വേറെ എന്താ ജ്യൂസാക്കി വെക്കാം, അങ്ങനെ അതിനകത്തേക്ക് ഒഴിച്ച് ലിക്വിഡ് എന്താണോ ഓയിൽ ഒഴിച്ച്. അങ്ങനെ പലരും ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കമൻ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുവാ ഇതിലേക്ക് ചേർത്തിയേ എന്നുള്ളത് അറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്ത് കണ്ടാലും നമുക്കത് എന്തുവാ ചേർത്തിയെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു തരാം ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് എന്തുവാ ചേർക്കുന്നതെന്ന്. അപ്പം പിന്നെ നിങ്ങളോടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 19K കടന്നു പോയിരിക്കുകയാണ്. ബിഗ് താങ്ക്സ് ആണ് നിങ്ങളോട് പറയാൻ എനിക്കുള്ളത് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്താണെന്നല്ലേ, ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ ഗ്ലിസറിൻ ഒന്നുമല്ല, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഓക്കെ, അപ്പം നമ്മൾ എത്രത്തോളം പൗഡർ എടുത്തിട്ടുണ്ടോ ആ പൗഡറിന് നല്ല രീതിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പൗഡർ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലിസറിന് അടിയിൽ നിൽക്കണം പൗഡർ. അതുപോലെ നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊഴിച്ച് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ പോരാ, ഗ്ലിസറിൻ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ പൗഡറിൻ്റെ 3/4 ബോട്ടിലോളം പൗഡർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഇതിനകത്തേക്ക് 1/2 ലിറ്റർ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കുഴച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിനകത്ത് ടോട്ടലി ഒഴിക്കുന്ന ഗ്ലിസറിൻ്റെ അളവ് എന്ന് വെച്ചാൽ 1/2 ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 500 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ട്, അത് നമ്മളിടുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ ഒരു 100 ഗ്രാം പോലും പൊടിയില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക 3-4 സ്പൂണേ ഉള്ളൂ പൊടി, എങ്കിൽ പോലും ആ പൗഡർ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്ത് വെക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണില്ലേ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കാരണം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് പോയാലും ഒരു കൈ കൊണ്ടൊരു ബട്ടൺ അമർത്തുക എന്നുള്ളൊരു നഷ്ടമേ വരുള്ളൂ. പക്ഷെ ഞങ്ങൾക്കത് വലിയൊരു ഹെൽപ്പായിരിക്കും, വലിയൊരു സഹായമായിരിക്കും. നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടും ആയിരിക്കും അത് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ഒരു സീക്രട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, നമുക്കറിയുന്ന ഒരു അറിവ് മറ്റൊരാൾക്ക് കൂടെ പകർന്നു കൊടുക്കാന്ന് വെച്ചാൽ അതൊരു വലിയൊരു അറിവാണ്. അപ്പം ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ശംഖുപുഷ്പം കയ്യിലുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെച്ചിരിക്കുകയാണ്, ഒരു ഹെൽപ്പ് ചെയ്യുമോ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതി എന്തുവാ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അന്നേരം കറക്റ്റ് ബ്ലൂ കളറൊന്നും കാണത്തില്ല. കാരണം അന്നേരം അതാ ഈ ഒരു കളറിലേ നമ്മൾ കാണത്തുള്ളൂ. ഏകദേശം ഒരു ആഷ് കളറിലേ ആയിരിക്കും നമുക്കത് തോന്നിക്കുക.
അപ്പം നമ്മൾ വിചാരിക്കുക നമ്മൾ ഒഴിച്ച ഗ്ലിസറിനും പൗഡറും ഒക്കെ ചീത്തയായി പോയോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറായെന്നൊക്കെ വിചാരിക്കും. ഇത് ബ്ലൂ കളർ കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ടെൻഷനാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഈ ഗ്ലിസറിനകത്ത് 2 ദിവസം ഈ പൗഡർ ഇങ്ങനെ ജ്യൂസാക്കി വെച്ച് ഇങ്ങനെ അടച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നോർമലി ഇതിനകത്തുള്ള ആ ബ്ലൂ കളർ ഇളകി കറക്റ്റ് നല്ല വയലറ്റ് കളറായിട്ട് നമുക്ക് വരും കേട്ടോ. ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ വിലയേറിയ ഒരു ലൈക്ക് അതെനിക്ക് തരിക. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സീക്രട്ട് പറഞ്ഞു തന്നതിന് ഒരു വലിയൊരു ഹെൽപ്പായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.